SDP എന്ന് വെച്ചാൽ പറഞ്ഞ പ്രാകൃതമായി ഗുണ്ടാ സെറ്റപ്പാണ്. അവരെന്തായിരുന്നു അവർക്ക് തന്നെ അറിയാം. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയധാരയാണ് ഇപ്പൊ കേരളത്തിലെ പൊതുസമൂഹത്തിൽ മുസ്ലിങ്ങൾ ഗണ്യമായ രീതിയിൽ അതിന് എതിർക്കുന്നവർ പോലും അറിയാതെ മനസ്സിലാക്കാതെ പോണത്. ലീഗിന് പ്രത്യേകിച്ച് ഐഡിയോളജി ഇല്ല, കോൺഗ്രസിന് വല്ല ഐഡിയോളജി ഉണ്ട്. ഐഡിയോളജി ഉണ്ട്, വ്യാപകമായ ഒരു ഐഡിയോളജി. ഗാന്ധിജി, നെഹ്റു എന്നൊക്കെ പറഞ്ഞ പോലൊരു സാധനമുണ്ട്. പക്ഷേ ലീഗിന് പോലും അതില്ലാതെ. ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായില്ല എന്ന് സാറ് ചിന്തിക്കുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഈ 5 കൊല്ലത്തെ കോൺഗ്രസിന്റെ ഭരണ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ഇവരെ ചുവന്ന പരവതാരി വിരിച്ച് തിരിച്ചുകൊണ്ടിരുക. ആ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഒന്നാമത് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് നമുക്ക് തൂത്തുമാറ്റാൻ പറ്റും. ഒരുപക്ഷെ പിണറായി വിജയന്റെ കാലം കഴിഞ്ഞ് കുറച്ച് കൊള്ളാവുന്ന ഒരു നേതാവ് കൂടി വന്നാൽ ആ പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു. ആ തെറ്റിദ്ധാരണ വേണ്ട. പിണറായി വിരുദ്ധതയായിരുന്നോ സത്യത്തിൽ ഇന്ന് ഈ തവണ കേരളത്തിൽ പ്രതിഫലിച്ചത്? പിണറായി വിരുദ്ധതയാണ് പ്രധാനം. ഇത്തവണ 10 കൊല്ലം ഭരിച്ച സർക്കാർ. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇരട്ടിയിലേക്ക് ഒരു 60% കൂടുതലുണ്ടാവും. രണ്ടാമത്തേത്, ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് പ്രാപ്തരായ മന്ത്രിമാരില്ലായിരുന്നു. മുമ്പ് തോമസ് ഐസക്ക്, G. സുധാകരൻ, മാത്യു ടി തോമസ്, ഇങ്ങനത്തെ മന്ത്രിമാർ. ഇത്തവണ വന്നത് 7 കൂലികളാണല്ലോ. ശരിക്കും പറഞ്ഞാൽ CPM-ന്റെ ശവപ്പെട്ടിയിൽ ആടിയടിച്ചത് വെള്ളാപ്പള്ളി നടേശന് മുമ്പ് PV അൻവറാണ് ആദ്യമായിട്ട് സംഘി പോലീസ് എന്നൊരു അതിനു മുമ്പ് ഈ മീഡിയ വൺ ചാനലിൽ ദാവൂദും മറ്റുമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ദാവൂദ് വിശ്വസിക്കൂല. പക്ഷെ ദാവൂദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൻവറിന് ശേഷമാണ് ഇത് ആളുകളുടെ ചെലവായി. വെള്ളാപ്പള്ളിയുടെ അടിയല്ല സത്യത്തിൽ തകർത്തത്, അതിന്റെ തായ്പേരർത്ഥത് അൻവറാണ്. സതീശന് കിട്ടിയ ഒരു ഗുണം, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹം 2006 VS അച്യുതാനന്ദ ബന്ധപോലത്തെ ഒരു വരവായിരുന്നു. VS പാർട്ടി സീറ്റ് നിഷേധിച്ചതിന് ശേഷം നാട്ടുകാർ വഴിയിലിറങ്ങിയിട്ടാണ്. അത് പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. സതീശന് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പിണറായി വിരുദ്ധ ജനമുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ആള് സതീശൻ. ആ ഒരു പൊതുബോധം ആളുകളുണ്ട്. അതുകൊണ്ട് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഭേദമന്യേ എല്ലാവരും സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് വിചാരിക്കും. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, UDF മാത്രമല്ല, BJP-ക്കാരും CPM-കാരും വിചാരിക്കും. അവർ പ്രതീക്ഷിച്ചത് സതീശനെയാണ്. വെൽ കാൽക്കുലേറ്റഡ് ആണ്. ഞാനിപ്പോൾ ഇതുകൊണ്ട് പറഞ്ഞതല്ല. എന്തോ ഒരു പരിപാടിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് അപ്പോളോ ടൈംസിന്റെ ഒരു യൂണിയന്റെ പ്രസിഡന്റാണ് സതീശൻ. അവിടെ വെച്ച് കടമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പുള്ളി പറഞ്ഞു. അങ്ങനെ 2020 പെരുമ്പാവൂരും കുന്നത്തുകാട്ടും കോതമംഗലത്തും ഞങ്ങൾക്ക് ദോഷിച്ചു. 3 മൂവാറ്റുപുഴയിൽ അവർ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കും. അത് കറക്റ്റാണ്. SDP എന്ന് വെച്ചാൽ പറഞ്ഞ പ്രാകൃതമായി ഗുണ്ടാ സെറ്റപ്പാണ്. അവരെന്തായിരുന്നു അവർക്ക് തന്നെ അറിയാം. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയധാരയാണ് ഇപ്പൊ കേരളത്തിലെ പൊതുസമൂഹത്തിൽ മുസ്ലിങ്ങൾ ഗണ്യമായ രീതിയിൽ അതിന് എതിർക്കുന്നവർ പോലും അറിയാതെ മനസ്സിലാക്കാതെ ഫോളോ ചെയ്തു. ആ രീതിയിലേക്ക് അവരുടെ ബൗദ്ധികമായ സ്വാധീനം വ്യാപിച്ചു. അത് പലർക്കും മനസ്സിലായിട്ടില്ല. അല്ല, ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ ഇവരുടെ ആശയം. ആത്യന്തികമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം, എല്ലായിടത്തും ഖലീഫ ഭരണം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക ഭരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. സൂക്ഷ്മതലത്തിൽ അവരുടെ ഒരു ഐഡിയോളജി കേരളത്തിലെ പൊതുസമൂഹത്തിലെ മുസ്ലിങ്ങളെ ഗണ്യമായ രീതിയിൽ സ്വാധീനിച്ചു, ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ. ആളുകളെ സ്വാധീനിച്ചു. ആളുകൾ അതിൽ വശംബദ്ധരായി കഴിഞ്ഞു. അത് ലീഗുകാർ പൂർണ്ണമായിട്ടും അതിന്റെ ഐഡിയോളജി, ലീഗിന് പ്രത്യേകിച്ച് ഐഡിയോളജി ഇല്ല, കോൺഗ്രസിന് വല്ല ഐഡിയോളജി ഉണ്ടോ? ഐഡിയോളജി ഉണ്ട്, വ്യാപകമായ ഒരു ഐഡിയോളജി. ഗാന്ധിജി, നെഹ്റു എന്നൊക്കെ പറഞ്ഞ പോലൊരു സാധനമുണ്ട്. പക്ഷേ ലീഗിന് പോലും അതില്ലാതെ. അപ്പോൾ ലീഗിലെ ആളുകളെ മുന്നോട്ട് നയിക്കുന്ന പ്രത്യയശാസ്ത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ ആയി. ജബർ ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവിക ഭരണം എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട തീരുമാനിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മാധ്യമവും പത്രവും മീഡിയ വൺ ചാനലും എന്ന രീതിയിലേക്ക് പോയി. അത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം മുസ്ലിം ലീഗിലേക്ക് ഒരു ഭയം അവർക്കുണ്ടെന്ന് തോന്നുന്നല്ലേ ഇപ്പം. സത്യം പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി വേറെ രീതിയിൽ മുസ്ലിമിനെതിരെ കടന്നാക്രമിച്ചാൽ തങ്ങളുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്ന ഒരു ഭയം. വോട്ട് ബാങ്കിനെ ബാധിക്കലൊക്കെ പിന്നീടാണ്. ജമാഅത്തെ ഇസ്ലാമി എത്ര വലുതായാലും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. പക്ഷെ ആശയതലത്തിൽ അത് KT ജലീൽ പറയാറുണ്ട്. ജലീലിനോട് നമുക്ക് പലഹാരത്തിൽ അഭിപ്രായം. ജലീൽ പറയുന്ന സംഗതി ഇതാണ്. അതുപോലെ സാർ ഈ CPIM നമ്മളെന്തായാലും ഇത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഇനിയിപ്പം ലീഗ് സംസാരിച്ചു, കോൺഗ്രസ് സംസാരിച്ചു, ഇനി BJP CPM കൂടി സംസാരിച്ച് നമുക്കത് അവസാനിപ്പിക്കാം. ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായില്ല എന്ന് സാറ് ചിന്തിക്കുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല.
CPM അങ്ങനെ ഒന്നും ഞാനും വിശ്വസിക്കുന്നത് തന്നെ. അടുത്തവണ KK ശൈലജ ടീച്ചറിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുന്നിൽ കൊണ്ടുവന്നാൽ വീണ്ടും ഇതുപോലെ തന്നെ 90 സീറ്റിലേക്ക് ജയിച്ചു വരെ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെയൊന്നുമല്ല. ഈ 5 കൊല്ലത്തെ കോൺഗ്രസിന്റെ ഭരണം കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ഇവരെ ചോന്ന പരവതാരി വിരിച്ച് തിരിച്ചുകൊണ്ടിരുക. ആ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഒന്നാമത് CPM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് നമുക്ക് തൂത്തുമാറ്റാനൊന്നും പറ്റില്ല. സംഘടനാ സംഘടനാ സംവിധാനം കൂടെ മാത്രമല്ല, അത് ആശയപരമായിട്ട് ഇവിടെ വേരോടിയ ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് CPM ഇല്ലാണ്ടാവും അല്ലെങ്കിൽ ഇടതുപക്ഷം ഇല്ലാണ്ടാവും എന്ന് വിചാരിക്കുന്നതിൽ കഥയില്ല. ഒരുപക്ഷെ പിണറായി വിജയന്റെ കാലം കഴിഞ്ഞ് കുറച്ച് കൊള്ളാവുന്ന ഒരു നേതാവ് കൂടി വന്നാൽ ആ പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ആ തെറ്റിദ്ധാരണ വേണ്ട. പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2001 കോൺഗ്രസ് 100 സീറ്റ് പിടിച്ച് ജയിച്ചപ്പോൾ AK ആന്റണി പറഞ്ഞു, ഈ 25 കൊല്ലത്തേക്ക് ഇവിടെ പിടിക്കില്ല. 3 കൊല്ലത്തിനകത്ത് ആന്റണിയുടെ രണ്ടാമത്തെ കൊല്ലം പുള്ളിയുടെ കംപ്ലീറ്റ് ഗ്ലാമർ പോയി. രണ്ടാമത്തെ കൊല്ലം ഇതാണ് ആന്റണി സതീശന് കൊടുത്തൊരു ഉപദേശം. എല്ലാവരും വന്ന് പുറകിലൊക്കെ കൂടിയൊക്കെ നിൽക്കും, പക്ഷെ അവസാനം വരുമ്പോ ആരും ഉണ്ടാവൂല. പുള്ളി പറഞ്ഞു, ഞാൻ 2001 വന്നപ്പോ എനിക്ക് ഇതുപോലെയായിരുന്നു, ഒരു കൊല്ലത്തിനകത്ത് നാട്ടുകാർ കൂടെ എനിക്ക് ശത്രുക്കളായി എന്ന് പറഞ്ഞില്ലേ. എക്സാക്ട്ലി. അത് പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ഈ ഭാഗ്യവും നിർഭാഗ്യവും ഒക്കെ വളരെ പെട്ടെന്ന് മാറി മറിയുന്ന സ്ഥലങ്ങളാണ്. അല്ല, സാറിന് ഭയങ്കരമായിട്ട് ഈ BJP കാരനാക്കാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിൽ അഹോരാത്രം നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ഒരു BJP അനുഭാവിയാണോ? ഞാനിപ്പോ ഇത്ര കേട്ടത് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് പറഞ്ഞത്. ഇവർ ഈ അതെന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ആളുകൾക്ക് അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ചെയ്യാതെ, ഇപ്പൊ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എന്നെ BJP ആക്കില്ല, ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ അവർ എന്നെ SDP എന്നെ ആക്കുന്നുണ്ട്. SDP എന്നെ സുഡാപ്പി, മദ്രസ പുട്ടൻ, PFA തീവ്രവാദി, ഇങ്ങനെയൊക്കെ അതൊരു സൗകര്യം ഏറ്റവും എളുപ്പം അതായിരുന്നു. ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ക്രിസംഖ്യ അല്ലെങ്കിൽ കേരള പള്ളി വിശ്വാസിയാക്കി മാറ്റിയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കിയത്. അപ്പൊ അതിനൊന്നും കാര്യമില്ല, ഞാനൊന്നും ഗൗനിക്കില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സാർ ഒരു CPIയുടെ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിയായിരുന്നു. മെമ്പർഷിപ്പ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് സാറിനെ പുറത്താക്കിയെന്ന ഒരു രീതിയിൽ ഒരു വാർത്ത അല്ല ചെയ്തത്. ഞാൻ ഇല്ലാത്തൊരു മീറ്റിംഗിൽ മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാനായിട്ട് ഞാൻ അപേക്ഷ കൊടുക്കല്ല, നമ്മളെ പണം അടച്ചു. അതിനുശേഷം ഞാനില്ലാത്തൊരു മീറ്റിംഗിൽ എന്നോട് കുറച്ച് മറ്റു തരത്തിൽ, ഇതുകൊണ്ടല്ല, പ്രത്യയശാസ്ത്രപരമായിട്ടല്ല, വേറെ പല കാരണങ്ങളാൽ അത്ര ഇഷ്ടക്കുറവുള്ള ചില ആളുകൾ ഞാനില്ലാത്തൊരു മീറ്റിംഗിൽ എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ലാതെ തീരുമാനിച്ചു. അവര് തീരുമാനിച്ചു പുതുക്കേണ്ടതില്ലാതെ തീരുമാനിക്കുകയും ആ വാർത്ത അപ്പം തന്നെ ദേശാഭിമാനിയിൽ കൊടുക്കുകയും ചെയ്തു. ദേശാഭിമാനി അവിടുത്തെ അടുത്താണ്. ദേശാഭിമാനിയിൽ വായിച്ചാണ് ഞാൻ പിറ്റേ ദിവസം വിവരം അറിയുന്നത് എൻ്റെ പുതുക്കലില്ല. അത് ഞാൻ പിന്നെ കൺട്രോൾ കമ്മീഷൻ അപ്പീൽ കൊടുത്തപ്പോൾ കൺട്രോൾ കമ്മീഷൻ മെമ്പർഷിപ്പ് പുതുക്കി തിരിച്ചു തരാനായിട്ട് നിർദ്ദേശിച്ചു. മെമ്പർഷിപ്പ് തിരിച്ചു തരികയും ചെയ്തു. അപ്പൊ ഇവർ ഈ ഇത്തരത്തിൽ ആരാണ്? അപ്പം ഒരു തമാശയോട് പറയും, ഈ മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല അല്ല പുതുക്കില്ലാതെ പത്രത്തിൽ വായിച്ചിട്ട് എന്നെ ആദ്യം വിളിച്ചാരെന്നറിയോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോൺഗ്രസിലേക്ക് വരൂ. കോൺഗ്രസിലേക്കൊന്നും വിളിച്ചില്ല. പുള്ളി പറഞ്ഞു, ഇനി എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ പരിപാടിയൊന്നും ആലോചിച്ചില്ല, അകത്ത് നിന്നുകൊണ്ട് തന്നെ പോരാടണം എന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. ഉപദേശം വിട്ടുകൊടുക്കരുത്. അത് ഒരു മാസം മുമ്പ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ R ബാലകൃഷ്ണൻ വിളി, ഇനി എന്താണ് പരിപാടി? ഇല്ല പുള്ളി പറഞ്ഞു, വിട്ടുകൊടുക്കരുത്. എല്ലാരും ഭയങ്കര ഉന്മേഷമാണ്. പാളയത്തിൽ പടം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അല്ല, അതുകൊണ്ടല്ല. പുള്ളി പറഞ്ഞു, അത് പാർട്ടിക്ക് അകത്ത് തന്നെ പോരാടണം, വിട്ടുകൊടുക്കരുത്. എന്നിട്ട് സാറെന്ന് തീരുമാനിച്ചു, ഞാൻ വിട്ടുകൊടുക്കരുത് തീരുമാനിച്ചു. ഒരാള് തിരുവഞ്ചൂരും മറ്റേ ബാലകൃഷ്ണനെ പറയാൻ കൃത്യമായിട്ട് ഒരു ഇതും കൂടി കൊടുത്തേക്കാം. സാറിന് ഏതെങ്കിലും ഒരു കാലത്ത് BJP-യോട് എപ്പോഴെങ്കിലും ആശയമായിട്ട് എന്താ പറയാ ഒരു സംയോജിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ സാർ ചെയ്യുമോ? അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. BJP-യുമായിട്ട് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് ഒരു കാര്യം മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യമല്ലോ, സാഹചര്യങ്ങൾ മാറും. ആ അർത്ഥത്തിലല്ല, പക്ഷെ ഇത് സാഹചര്യങ്ങൾക്ക്. എന്നാൽ സാറിന്റെ ഒരു ആശയവും BJP-യുടെ ഈ വർഗീയ ആശയമായിട്ട് ചേർന്ന് പോകുമോ? അല്ല, ഇപ്പൊ എനിക്ക് എന്റെ രാഷ്ട്രീയവുമായിട്ട് ഇവിടെ യോജിച്ചു പോകുന്ന ഒരു പാർട്ടി CPI മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇതുവരെ ശല്യവും CPM-നെ അപേക്ഷിച്ച് CPI-ക്കുള്ള ഒരു മേന്മ എന്താ വെച്ചാൽ, CPI-ൽ കുറെ കൂടി ജനാധിപത്യപരമാണ്. ഏകാധിപത്യമില്ല, ഏകാധിപത്യമില്ല, മറ്റേതൊരു കാർക്കശ്യമുണ്ട്. അത് കമ്മ്യൂണിസത്തിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഈ കാർക്കശ്യം, അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ഒരു ഭയങ്കരമായ ഡോഗ്മാറ്റിസം എന്ന് പറയും ഇംഗ്ലീഷ്. അത് കമ്മ്യൂണിസത്തിനുണ്ട്. ഈ ഫാസിസത്തിനും നാസിസത്തിനും ഉള്ള പോലെ കമ്മ്യൂണിസത്തിനുണ്ട്. അത് ആ രീതിയിൽ ഇല്ലാത്തൊരു പാർട്ടിയാണ് ആ CPI കുറച്ചും കൂടി ജനാധിപത്യപരമാണ്. അതാണ് അതിൻ്റെ ഒരു മേന്മ. അപ്പോൾ CPI-ക്ക് എന്ന് വെച്ചാൽ നമ്മൾ കോൺഗ്രസ് പോലത്തെ ഒരു ചോപ്പൻ കോൺഗ്രസ്സാണ്. CPI നമ്മള് ലീഗിനെ പറ്റി പറഞ്ഞില്ലേ, മുസ്ലിം കോൺഗ്രസ് എന്ന് പറഞ്ഞ അതെ, കോൺഗ്രസ് സ്വഭാവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPI. എൻ്റെ അനുഭവത്തിൽ പറയാം.
അപ്പോൾ കോൺഗ്രസിലുള്ള അത്ര ജനാധിപത്യം ഇല്ലെങ്കിലും ഏതാണ്ട് ഒരു ജനാധിപത്യ ചട്ടക്കൂട്ടിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജനാധിപത്യം ഇല്ലാണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിപ്പോൾ BJP-യിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഈ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന പാർട്ടിയിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അത് നമ്മുടെ നമ്മുടെ മൗലികമായ സ്വഭാവമായിട്ട് യോജിച്ചു പോകുന്നത്. അതുപോലെ തന്നെ സാർ, ഈ പിണറായി വിരുദ്ധതയായിരുന്നോ സത്യത്തിൽ ഈ തവണ കേരളത്തിൽ പ്രതിഫലിച്ചത്, അതോ ഭരണവിരുദ്ധ വികാരമായിരുന്നു? എനിക്ക് തോന്നിയിട്ടുള്ള പിണറായി വിരുദ്ധതയാണ് പ്രധാനം. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. 5 കൊല്ലം ഭരിച്ച ഒരു സർക്കാരിനോട്, നല്ല സർക്കാരായ പോലും നന്നായിട്ട് പ്രവർത്തിച്ച സർക്കാർ കൂടി ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു വിപ്രതിപത്തി ഉണ്ടാവും. കേരളത്തിൽ അത് സാധാരണ ഉണ്ടാവുന്നുണ്ട്. ഇത്തവണത്തെ വെച്ചാൽ 10 കൊല്ലം ഭരിച്ച സർക്കാരാണ്. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ഇരട്ടിയിലേക്ക് ഒരു 60% കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഒരു സാധനമുണ്ട്. അതും ഒരു കാര്യം. രണ്ടാമത്തേത്, ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് പ്രാപ്തരായ മന്ത്രിമാരില്ലായിരുന്നു. മുമ്പ് തോമസ് ഐസക്ക്, ജി സുധാകരൻ, അല്ലെങ്കിൽ രവീന്ദ്രനാഥ്, മാത്യു തോമസ്, ഇങ്ങനത്തെ മന്ത്രിമാർ ഇത്തവണ വന്നത് 7ാം കൂലികളാണല്ലോ. വീണ ജോർജ്, മനസ്സിലായില്ലേ, ശിവൻകുട്ടി, ബാലഗോപാൽ, ശിവൻകുട്ടി സഖാവ് പിന്നെയും എനിക്ക് തോന്നുന്നു ശിവൻകുട്ടി ജെനുവിനായിരുന്നു. നല്ല രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇദ്ദേഹത്തിന് ഈ പത്രസഭകളിൽ കേൾക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് പുള്ളി ഒന്ന് പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ, സംസാരം കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. അതേ ഉള്ളൂ. പക്ഷെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആളുകളുടെ മൊത്തത്തിൽ ഒരു വലിയ മടുപ്പുണ്ടായി. അതിലുപരിയായിട്ട് ഈ നവകേരള യാത്ര, അതുപോലെ ലോക കേരള അയ്യപ്പ സംഗമം, ഇതൊക്കെ നടത്തിയ ആളുകൾ മൊത്തം വെറുപ്പിച്ചു. അത് ഖജനാവിന് കാശില്ലാത്ത അതാണ്. പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള, അത് ഭയങ്കര, അതുപോലുള്ള അതിനേക്കാൾ വലിയൊരു സംഭവം. പിന്നെ ഡിവൈഎഫ്ഐക്കാരൻ ജീവൻ രക്ഷാപ്രവർത്തനം, അല്ലായിരുന്നെങ്കിൽ ഇത്ര സീറ്റ് നോക്കില്ലായിരുന്നു. സത്യസന്ധമായിട്ട് ഞാൻ കാണുന്നത് ഈ ഇത്രയും വലിയ പരാജയത്തിലേക്ക് CPM പിണറായി വിജയനേക്കാൾ വലിയൊരു വ്യക്തിയെ ഞാൻ കാണുന്നുണ്ട് അവിടെ. വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ചില മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ കൃത്യമായിട്ട് എനിക്കറിയാം. ഞാനൊരു ഇസ്ലാം മത വിശ്വാസി എന്ന രീതിയിൽ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം അത് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മുസ്ലിം ലീഗിനെ അല്ല പുള്ളി വിമർശിച്ചിരിക്കുന്നത്, മുസ്ലിങ്ങളെയാണ്, മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെ. ആ ഭാഗത്ത് കൃത്യമായിട്ട് മലബാർ സൈഡിലുള്ള 60 സീറ്റിൽ കൃത്യമായ 48 സീറ്റാണെന്ന് തോന്നുന്നു എനിക്ക് അവിടെ UDF കിട്ടിയിരിക്കുന്നത്. 12 സീറ്റിലേക്ക് ഒതുക്കപ്പെട്ടു പോയി LDF. കഴിഞ്ഞ തവണ 31 സീറ്റ് ഉണ്ടായിരുന്നു, 18 സീറ്റാണ് അവിടെ നിന്ന് വെട്ടിമാറ്റപ്പെട്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും മൈനോറിറ്റി കൺസൾട്ടേഷൻ കൃത്യമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ മുസ്ലിം വിരുദ്ധതയും അതിന് കൊട ചൂടിക്കൊണ്ട് പൊന്നാടയിട്ട പിണറായി വിജയൻ. ആ പ്രശ്നം അല്ല സത്യത്തിൽ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും അങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ല, എല്ലാവരും എതിരായിരുന്നു. പിണറായി വിരുദ്ധത, ഭരണവിരുദ്ധത അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതില് ഹിന്ദുക്കള് നോർമലായിട്ട് തന്നെ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു. പിന്നെ ശബരിമല ഒരു ആഡഡ് റീസണായിരുന്നു, അതും ഒരു കാര്യം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ ബിഷപ്പുമാർക്ക് അറിയാമായിരുന്നു ഇത്തവണ UDF ആണ് ജയിക്കാൻ പോകുന്നത്. അവരോട് കൂടി ഇതിന്റെ കാര്യമുള്ളൂ എന്ന് മനസ്സിലായിട്ട് അവർ ആ ഭാഗത്തേക്ക് മാറി. അതുകൊണ്ടാണ് അവർ ജോസ് കെ മാണി ഇപ്പുറത്തെ കൂട്ടാൻ ശ്രമിച്ചത്. അത് നടക്കാതെ വന്നപ്പോൾ അവർ ജോസ് കെ മാണിയെ തന്നെ തള്ളിക്കളഞ്ഞു. അപ്പൊ എന്ന് വെച്ചാൽ ജോസഫിന്റെ ആൾക്കാർക്ക് ജയിച്ചു, ജോസ് കെ മാണിയുടെ ആളുകൾക്ക് തോറ്റു. പക്ഷെ അത്രേ ഉള്ളൂ. മുസ്ലിങ്ങളുടെ ഇടയിൽ കുറെ കൂടി തീവ്രമായ, നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് വരും, തീവ്രമായ ഒരു ഇടതുപക്ഷ വിരുദ്ധത അല്ലെങ്കിൽ പിണറായി വിരുദ്ധത ഉണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്തു. അതിൽ വെള്ളാപ്പള്ളി നടച്ച മാത്രമല്ല ശരിക്കുള്ള വിഷയം. വെള്ളാപ്പള്ളിയിലേക്ക് എത്ര വെള്ളാപ്പള്ളി അതിന്റെ സാറിന്റെ രാഷ്ട്രീയ നിരീക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞ കേൾക്കാം. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ എൻ ബ്ലോക്കായിട്ട് UDF മോഡിക്കുള്ള പ്രശ്നം, മോഡിക്കുള്ള എതിർ വോട്ടാണ്, മോഡി വിരുദ്ധ രാഹുൽ അനുകൂല വോട്ട്. അത് കണക്കാക്കണ്ട. അത് 2021 അതായത് ഉപ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കുള്ള 19 ഉണ്ടായിരുന്നു. 19 സീറ്റും 18 കിട്ടിയുള്ളൂ. അതെ, 19 സീറ്റിൽ ജയിച്ച ആ ഒരു വോട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എപ്പോഴും ആ വോട്ട് അങ്ങനെ അത് കണക്കാക്കണ്ട. പക്ഷേ 19 21 ആ വോട്ട് മാറിയല്ലോ, വോട്ട്. പക്ഷെ മറിച്ച് ഇത്തവണ ആ വോട്ട് പാർലമെന്റിലേക്ക് പോയത് കണക്കാക്കണ്ട. പക്ഷേ അതിനുശേഷം ഉണ്ടായ മാറ്റം ശരിക്കും പറഞ്ഞാൽ CPM-ന്റെ ശവപ്പെട്ടിയിൽ ആടിയടിച്ചത് വെള്ളാപ്പള്ളി നടേശന് മുമ്പ് PV അൻവറാണ്. PV അൻവറിന്റെ സേവനം ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, അൻവറിനെ തന്നെ ആൾക്കാർ പറഞ്ഞു.
PV അൻവറാണ് ആദ്യമായിട്ട് സംഘി പോലീസ് അതെ 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 ഒരു എന്നൊരു ചാപ്പ അടിക്കുന്നത്. ശരിയാ, ശരിയാ. അതിനു മുമ്പ് ഈ മീഡിയ വൺ ചാനലിൽ ദാവൂദും പറ്റുമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ദാവൂദ് പറഞ്ഞ ആരും പരിഗണിക്കില്ല. വിശ്വസിക്കൂല. പക്ഷെ ദാവൂദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൻവറാണ്, അൻവറിന് ശേഷമാണ് ഇത് ആളുകളുടെ ഇടയിൽ ചെലവായത്. അതെ അതെ അതെ, വലിയ രീതി മാധ്യമ ശ്രദ്ധ കിട്ടിയല്ലോ, വലിയ തോതിൽ. അൻവർ പറഞ്ഞപ്പോൾ ആളുകൾ അത് അൻവർ എടുത്തു. അതുവരെ പിണറായിയുടെ കൂടെ നിന്ന ആളാണ്. അതെ അതെ അതെ, പെട്ടെന്ന് പുള്ളി വന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ അതിന് വലിയ സ്വീകാര്യത കിട്ടി. അത് പിന്നെ ഗ്രാജുവലായിട്ട് വ്യാപിച്ചു. അത് വ്യാപിച്ച് 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 വരുമ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ സ്ഥാനം ഇടയ്ക്കിടയ്ക്ക് കുത്താൻ തുടങ്ങിയത്. വെള്ളാപ്പള്ളിയുടെ അടിയല്ല സത്യത്തിൽ തകർത്തത്, അതിന്റെ തായ്പേരർത്ഥത് അൻവറാണ്. അൻവറിൽ നിന്നാണ് ഇത് പിടിച്ചു കയറിയത്. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശന്റെ ജൽപ്പനങ്ങൾ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. എന്നാൽ UDF അതിൽ പെട്രോൾ ഒഴിച്ചത് വെള്ളാപ്പള്ളിയാണ്, പക്ഷേ തീ വെച്ചത് അൻവറാണ്. അല്ല, ഇതുപോലെ തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിലും ഈ വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇദ്ദേഹമാകട്ടെ എന്നൊരു ചിന്താഗതി പൊതുബോധത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് മതേതരത്വൻ എന്ന രീതിയിൽ, അതായത് ഒരു ഈ മതമേലധ്യക്ഷന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമുദായിക നേതാക്കളുടെ തിണ്ണനിറങ്ങാത്ത ഒരു വ്യക്തി എന്നുള്ള വലിയ ലേബൽ VD സതീശൻ ഗുണം ചെയ്തിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളിയുടെ അല്ല, സതീശന് കിട്ടിയ ഒരു ഗുണം, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹം 2006 VS അച്യുതാനന്ദ ബന്ധപോലത്തെ ഒരു വരവായിരുന്നു. VS പാർട്ടി സീറ്റ് നിഷേധിച്ചതിന് ശേഷം നാട്ടുകാർ വഴിയിലിറങ്ങിയിട്ടാണല്ലോ. അത് പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു, സതീശന് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ 5 കൊല്ലമായിട്ടുള്ള പിണറായി വിരുദ്ധ സമരത്തിന്, പിണറായി വിരുദ്ധ ജനമുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ആള് സതീശൻ. ആ ഒരു പൊതുബോധം ആളുകളുണ്ട്. അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭേദമന്യേ എല്ലാവരും സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് വിചാരിക്കും. അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, UDF മാത്രമല്ല, BJP-ക്കാരും CPM-കാരും വിചാരിക്കും. അവർ പ്രതീക്ഷിച്ചത് സതീശനെയാണ്. അപ്പൊ എന്നെ പോലുള്ള ആൾക്കാർക്ക് അറിയാം വീട് പുറകിലുണ്ടെന്നുള്ളത്. പക്ഷെ ആളുകൾ, ബഹുജനങ്ങൾ പ്രതീക്ഷിച്ചത് സതീശൻ. അപ്പൊ സതീശന്റെ മാറ്റുന്നു, സതീശനല്ല മുഖ്യമന്ത്രി ആളുകളുടെ വേറൊരു വികാരം വന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, അദ്ദേഹത്തെ തള്ളാനും പറ്റാതായി പോയി ഹൈക്കമാൻഡിന്. കാരണം പറഞ്ഞ കണക്കിലേക്ക് എത്തിച്ചു പുള്ളി. 63 അത് കൃത്യമാക്കി. ഇന്നപോലെ ഇത്ര മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞ് വളരെ കൃത്യമാക്കി. 100 സീറ്റിന്റെ 100+. ഒരാളും വിചാരിച്ചിട്ടില്ല. സാറ് വിചാരിച്ചു, സത്യം എന്തായിട്ട് പറയാം, ഒരു 90+ അല്ലേ? അതല്ലേ നമ്മൾ എല്ലാവരും വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് 110 വരെ. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞപ്പോൾ ഞാനത് 80 തൊട്ട് 85 വരെ ആയിട്ട് കുറച്ചു. കാരണം മിക്കവാറും ഈ വാഴകളായിട്ടുള്ള സ്ഥാനാർത്ഥി അതുകൊണ്ട് അത്രമാത്രം. എന്നാലും അദ്ദേഹം അത് അപ്പോഴും കണക്കൂട്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ്, യാതൊരു സംശയം ഇല്ല. അത് അവകാശപ്പെട്ടത് കിട്ടി അല്ലേ? അത് ഉണ്ടാവും സാർ, വെൽ കാൽക്കുലേറ്റഡ് ആണ്. ഞാനിപ്പോൾ ഇതുകൊണ്ട് പറഞ്ഞതല്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, തോറ്റുപോയ തെരഞ്ഞെടുപ്പ് 5 കൊല്ലം മുമ്പല്ല, ആ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിൽ അടക്കമുള്ള സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ എക്സ്ക്ലൂസീവാ ഒരിക്കൽ കണ്ടപ്പോൾ എന്തോ ഒരു പരിപാടിയിലായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് അപ്പോളോ ടൈംസിന്റെ ഒരു യൂണിയന്റെ പ്രസിഡന്റാണ് സതീശൻ. അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്. പുള്ളി പറഞ്ഞു അങ്ങനെ 2020 പുള്ളി 2020 പെരുമ്പാവൂരും കുന്നത്തുകാട്ടും കോതമംഗലത്തും ഞങ്ങൾക്ക് ദോഷിച്ച് 3 മൂവാറ്റുപുഴയിൽ അവർ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണം കിട്ടും. അത് കറക്റ്റ്. പെരുമ്പാവൂര് ഇവൻ തോറ്റുപോയി, നമ്മുടെ കുന്നപ്പള്ളി തോറ്റുപോയിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ വേല വെച്ചുകൊണ്ട് പുള്ളി ജയിച്ചു. ചെറിയ വോട്ടിനാണ് ജയിച്ചത്. പക്ഷെ 2020 ഭയങ്കരമായിട്ട് ദോഷിച്ചു. കുന്നത്തുകാട് സജീന്ദ്രൻ തോറ്റു, കോതമംഗലത്ത് ഷിബു തോറ്റു. നേരെ മറിച്ച് 2020 പിടിച്ച വോട്ട് കൊണ്ട് മൂവാറ്റുപുഴയിൽ കൂടുതലാണ് ജയിച്ചു. അതുപോലെ ഭയങ്കര മികവാകാൻ. പക്ഷെ എത്ര നാളുണ്ടാവും സാറ് ചിന്തിക്കുന്നുണ്ടോ? അതായത് പാളയത്തിൽ പുറകുന്നൊരു ഇപ്പൊ തന്നെ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിമർശനം ആദ്യം കൊണ്ടുവന്നാരാ? ഇതാരും ശ്രദ്ധിക്കാത്തൊരു സ്ഥാനത്തിനെ ലെയിം ലൈറ്റിലേക്ക് കൊണ്ടുവന്ന കോൺഗ്രസ്സുകാരാ. സാറിന് തോന്നുന്നുണ്ടോ ഇതൊരു ഈ എന്താ പറയാ AK ആന്റണി പുറകെ നിന്ന് കുത്തിയതുപോലെ, അല്ലെങ്കിൽ പലരെയും പുറകെ കരുണാകരനെ 91 വെട്ടിയ പോലെ, 93 വെട്ടിയ പോലെ, അങ്ങനെ ഒരു വെട്ടൽ, ഒരു പകുതിക്ക് വെച്ച് ഒരു വെട്ടൽ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്? അല്ല, അതിനെക്കുറിച്ച് ഞാനങ്ങനെ ഒരു അശുഭാപ്തി വിശ്വാസിയായ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, പക്ഷെ എന്തായാലും പാളയത്തിൽ പടം നടക്കും. എന്താണ് പാളയത്തിൽ പടം ഏതായാലും ഉണ്ടാവും. പാർട്ടി കോൺഗ്രസ് ആണെങ്കിലും ഉണ്ടാവും. പിന്നെ സതീശന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ, അഡ്വാൻറ്റേജ് ജനങ്ങൾ സപ്പോർട്ട് ഉണ്ട്.
ഡിസഡ്വാൻറ്റേജ് പാർട്ടിക്കകത്ത് പുള്ളിക്ക് വിരോധികളാണ് കൂടുതൽ. അതെ അതെ, അനുകൂലികൾ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത് സതീശൻ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ കരുണാകരൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെ ആളായിരുന്നു ആന്റണി. ആന്റണി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നേതാവ് ഉമ്മൻചാണ്ടി ആയിരുന്നു. മറിച്ച് ഇദ്ദേഹത്തിന് ഗ്രൂപ്പില്ല. അതൊരു കാര്യം. രണ്ടാമത്തേത് പുള്ളി ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ലവബിൾ ആയിട്ടുള്ള ഒരാളല്ല. കോൺഗ്രസ്സുകാരോട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ സതീശനോടൊരു സ്നേഹം തോന്നില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സതീശനെ ആരാധിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ പുള്ളിക്ക് വലിയ സ്വീകാര്യത. പക്ഷെ സതീശനെ ഇഷ്ടപ്പെടുന്ന, സതീശനെ സ്നേഹിക്കുന്ന ആളുകൾ പ്രവർത്തകരുടെ ഇടയിൽ കുറവായിരിക്കും. സതീശനെ കാണുന്ന ആൾക്കാരെ കെട്ടിപ്പിടിക്കുക, ഉപയോഗിക്കാൻ ശൈലി മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തൽക്കാലത്തേക്ക്. പക്ഷെ അത് അങ്ങനെയല്ല. പുള്ളിയുടെ ഒരു അടിസ്ഥാന സ്വഭാവം, ബേസിക് നേച്ചർ. അല്ലെ, ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ പലരും പറയുന്നത് അരപ്പിണറായിയാണ് എന്താ സതീശൻ ഞാൻ പറഞ്ഞു കേട്ടത്. അത് ഞാനാണല്ലോ. അതെ അതെ, ആ വാക്കു, അതെ 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 അതെ, സാറാ ആ വാക്കു കൊണ്ടുവരുന്നത്. അരപ്പിണറായി, കതറട്ട പിണറായി, അതിൽ ആ ഒരു സാധനം പുള്ളിനകത്തുണ്ട്. നേരെ മറിച്ച് രമേശ് ചെന്നിത്തല അങ്ങനെയല്ല. സൗമ്യനാ ഭയങ്കര. ശരിയാ ശരിയാ, എല്ലാവരും പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റും, കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കണം, സ്നേഹം നമുക്ക് ഫീൽ ചെയ്യും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന പോലെ KC ഇനി മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടത്തിയാൽ അത് പണി കിട്ടും അല്ലേ? വളരെ മോശം, തീർന്നു. ആ രാഷ്ട്രീയ നേതാവിന്റെ പേര് തന്നെ തീർന്നു. സത്യത്തിൽ KC വേണോപോലെ ചെയ്യാമായിരുന്നു. ഏറ്റവും നല്ല കാര്യം എന്തായിരുന്നു? ഈ MLA-മാരെല്ലാം പിന്തുണ നേരിട്ട് വേണ്ടാന്ന് പറയണമായിരുന്നു. അല്ല, എന്ത് ഹൈപ്പായനെ MLA-മാരുടെ പിന്തുണ പുള്ളിക്ക് ഇപ്പോഴും ഉണ്ട്. രമേശ് ചെന്നിത്തലയായിട്ട് ഒരു വിലപേശൽ നടത്തിയിട്ട് ആ പുള്ളിയെ മുഖ്യമന്ത്രി ആക്കാന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2-ാം ദിവസം KC ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു. ചെന്നിത്തല മുഖ്യമന്ത്രി വന്നു. ഒന്നും പറയാൻ പരിപാടിയായി പോയില്ല. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. വല്ലാണ്ടായി പോയില്ല. ഒരു രണ്ടുപേരെ MLA-മാരാണ്. രമേശ് സീനിയറാണ്. ഒന്നും പറയാൻ പറ്റില്ല. KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്നു, യൂത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, KPC പ്രസിഡന്റ് ആയിരുന്നു, ആഭ്യന്തരമന്ത്രി ആയിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല. സീനിയർ അല്ലേ? പാടെ ചിരിക്കാനേ VD പറ്റുള്ളായിരുന്നു. ശരിയാ ശരിയാ ശരിയാ. പക്ഷെ വേണൂര് അതിനുള്ള ബുദ്ധി പോയില്ല. സ്വന്തമായിട്ട് നോക്കി. അപ്പൊ കയ്യിന്ന് പോയെന്ന് മാത്രമല്ല, തീർന്നു പോയല്ലേ? പോയില്ല. ഇനിയൊരു വളരെ ബുദ്ധിമുട്ടാണ്. ആലപ്പുഴയിൽ നിന്ന് ജയിക്കും തോന്നുന്നുണ്ടോ ഇനി? അത് അത് കണ്ടറിയാം എന്നുള്ളതേ ഉള്ളൂ. എന്താണെങ്കിലും ഞാൻ പറയും, ഇതാണ് ഈ നമ്മളൊരു കണക്കൂട്ടലിൽ ലേശം തെറ്റിക്കഴിഞ്ഞാലേ സത്യത്തിൽ രമേശുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മതിയായിരുന്നു. അത് നശിപ്പിച്ചു. അത് ചിന്തിച്ച് മുന്നോട്ട് പോയില്ല. പിന്നെ സതീശനെ പിടിച്ചാൽ കിട്ടാത്ത സ്റ്റേജ് തോന്നി. അത് ഭയങ്കര ഒരു, അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ജനകീയത എന്ന് പറയുന്ന ഒരു മുഖം കൃത്യമായിട്ട് VD സതീശന്റെ കരങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. അല്ല, ഉമ്മൻചാണ്ടിക്കും K കരുണാകരനും ശേഷം ഇത്രയും ജനകീയനായിട്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിലാണല്ലോ നമ്മളിപ്പോൾ ഭയങ്കര ജനകീയനായ യുവമുഖം എന്ന് മാത്രമല്ല, കോൺഗ്രസിലെ ഏറ്റവും ജനകീയനായ അദ്ദേഹം കൂടുന്നിടത്തൊക്കെ ജനങ്ങൾ കൂടുന്നു എന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. അദ്ദേഹത്തെ പോലും കടന്നാക്രമിച്ചു സോഷ്യൽ മീഡിയയിലിട്ട്. അത് സാർ ശ്രദ്ധിച്ചില്ല? ഈ ഒരു എക്സർസൈസിൽ വേണുഗോപാൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രതിച്ഛായ നഷ്ടം നേരിട്ട ആള് ഷാഫി പറമ്പിലാണ്. അതെ 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 അതെ. അതുപോലെ തെളിഞ്ഞു വന്ന ഒരു ജനകീയ മുഖം എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉപ്പലാണ്. അതെ 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 അതെ, അത് ഭയങ്കരമായിട്ട്, അത് എന്താ പറയാ, ഞാൻ പേഴ്സണലിലും എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. പേഴ്സണലി അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ, അല്ലാതെ ഇത് മൂടുപടമൊന്നും അല്ല. മൂടുപടവും മുഖപടവും ധരിച്ച വ്യക്തിയേ അല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ സമയമാവട്ടെ പറയാം, വേറൊരു മോഡാണ്. കണ്ട, സൈക്കിളിൽ നടക്കുക, ഇവരെല്ലാം പറയും സൈക്കിളിൽ നടക്കുന്നൊക്കെ പുള്ളിക്ക് അത് ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ. അല്ലാതെ അത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു കുറച്ച് കഴിയുമ്പോൾ ഈ ഷാഫിയേക്കാൾ മുകളിലേക്ക് ചാണ്ടി ഉമ്മൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ചാണ്ടി ഉമ്മൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ചാണ്ടി ഉമ്മന് വേറെ ഇതുകളൊന്നുമില്ല. അതെ 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 അതെ, കെട്ടുപാടുകളില്ല. ഇല്ല ഇല്ല ഇല്ല, സാധ്യത കാണുന്നുണ്ട് അല്ലേ? ചാണ്ടി ഉമ്മൻ വളരെ ജനകീയമാണ്, ഭയങ്കര ജനകീയനായി. 55,000 വോട്ട് ഭൂരിപക്ഷം അച്ഛന് പറ്റിയിട്ടില്ല. സാക്ഷാൽ ഉമ്മൻചാണ്ടിക്ക് പറ്റാത്തൊരു കാര്യം. അത് പുള്ളി എത്ര കുറച്ച് ദിവസമാണ് അവിടെ പ്രചരണത്തിന് വെറും 21 ലക്ഷം രൂപ ചിന്തിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെയൊക്കെ അവിടെ പൂഞ്ഞാറിലൊക്കെ പറയുന്നത് 9-8 കോടി രൂപ ചെലവാക്കിയിട്ട് പല സ്ഥാനാർത്ഥികൾക്കും ജയിക്കാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. അവിടെയാണ് വെറും 21 ലക്ഷം രൂപ കൊണ്ട് 54,000 വോട്ട് ഭൂരിപക്ഷം നേടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ സാർ? അതുപോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് കണക്കാക്കുന്നത് ജോസ് കെ മാണി ഗ്രൂപ്പിന്റെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും പരാജയമാണ്. ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുമോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കേരള കോൺഗ്രസ് പറഞ്ഞൊരു പാർട്ടി സത്യത്തിൽ ഇപ്പം ഇല്ല. പാർട്ടി എന്ന് വെച്ചാൽ കുറച്ച് നേതാക്കാൻ പറ്റില്ല. പക്ഷെ കേരള കോൺഗ്രസ് ഒരു പ്രസ്ഥാനം സത്യത്തിലില്ല. ജോസഫ് ഗ്രൂപ്പ് നിർത്തിയ 6-7 പേര് ജയിച്ചു എന്ന് പറഞ്ഞില്ല. എവിടെയാണ് ജയിച്ചത്? ശരിക്കും പറഞ്ഞാൽ തൊടുപുഴയിലും ഒരു പരിധി വരെ കടുത്തുരുത്തിയിൽ ജയിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഫസ്റ്റ് പറയാം, എവിടെ നിന്നാലും ജയിക്കുന്ന ഒരു കണ്ടീഷനായി. കടുത്തുരുത്തിയിലും
തൊടുപുഴയിലോ അല്ലാണ്ട് ജോസഫ് ഗ്രൂപ്പ് എവിടെയുള്ളത്? ചങ്ങനാശ്ശേരിയിൽ എങ്ങനെ ജയിച്ചത്? അതെ അതെ തോമസ് ഉണ്ണിയാടൻ ജയിച്ചു. തോമസ് ഉണ്ണിയാടൻ ജയിച്ച കേരള കോൺഗ്രസ്സുകാരുടെ വോട്ടുകൊണ്ടാണ്. അല്ല, കോൺഗ്രസ്സുകാരുടെ വോട്ടുകൊണ്ടാണ്, UDFകാരുടെ വോട്ടുകൊണ്ടാണ്. കുട്ടനാട്ടിൽ എത്ര ജോസഫ് ഗ്രൂപ്പുകാരുണ്ട്? 2 കൈയോടുകൂടി തിരുന്ന ജോസഫ് ഗ്രൂപ്പ്. തിരുവല്ലയിൽ എത്ര ജോസഫ് ഗ്രൂപ്പുകാരുണ്ട്? അത് കേരള കോൺഗ്രസിന്റെ വോട്ടല്ല. കേരള കോൺഗ്രസ് സാറ് സത്യത്തിൽ ഇപ്പം ഇല്ല. അതുപോലെ കുറച്ച് പേര് അവിടെ പാലായിൽ കുറച്ച് പേരുണ്ട്. 1965 ഉദയം ചെയ്ത കേരള കോൺഗ്രസ് ഇപ്പം ഇല്ല. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മരിച്ചുപോയ നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ബാബു പോൾ സാറാണ്. ബാബു പോൾ സാറ് പറഞ്ഞിട്ട് മാണി സാറിൻ്റെ കാലശേഷം കേരള കോൺഗ്രസ് പറഞ്ഞ സാറ് ഇല്ലണ്ടോ. അത് വളരെ സത്യം. മാണി സാറ് മരിക്കണക്ക് ഒരാഴ്ച മുമ്പ് ബാബു പോൾ സാറ് മരിച്ചു. അതുകൊണ്ട് ഇത് ഇല്ലാണ്ടാവണം കാണാൻ പുള്ളിക്ക് സാധിച്ചില്ല. അത്ര. അപ്പോൾ ഇനി ഉദയം ഇനി കുറെ പേര് ഈ പേര് പറഞ്ഞിട്ട് കുറച്ചാൾ കൂടെയൊക്കെ നടക്കും. അതിനപ്പുറം അതിനുശേഷം കേരള കോൺഗ്രസ് ഇല്ലാതായി പോകാനുള്ള സാധ്യത തന്നെയാണ്. അത് സാരില്ല. കോക്രോച്ച് പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി, അതിനെങ്ങനെ സാർ നോക്കി കാണുന്നത്? അല്ല, അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് ശരിയാണ്. ആളുകളെ ഇളക്കാനായിട്ട്, ചെറുപ്പക്കാരെ ഉത്തേജിപ്പിക്കാനായിട്ട് സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഉണ്ടാക്കാൻ സാധിക്കും. അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഘടനാ രൂപത്തിലേക്ക് വരുമോ, അതിന് വലിയ ബഹുജന പ്രക്ഷോഭമായിട്ട് മാറുമെന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കില്ല. ഇങ്ങനെയുള്ള മൂവ്മെന്റ്സാണ് ഈജിപ്തിലെ മറ്റൊക്കെ മുല്ലപ്പൂ വിപ്ലവമായിട്ട് വന്നത്. മനസ്സിലായില്ലേ? ചിലപ്പോഴത് ക്ലച്ച് പിടിക്കാം, ജനകീയ പ്രക്ഷോഭമായിട്ട് മാറാം. ഇനി ജനം എപ്പോൾ ഏത് സമയത്ത് എന്താവശ്യത്തിനുണ്ട് റൂട്ടിലിറങ്ങും നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഈ രാജ്യത്ത് എത്രയോ സ്ത്രീകൾ ബലാത്സംഗത്തിന് വിധേയമായി കൊല്ലപ്പെട്ടു ഇല്ലേ? ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിർഭയ സംഭവം ഉണ്ടായ സമയത്ത് ഡൽഹിയിലുണ്ടായ ഒരു വലിയ വികാര വിക്ഷോഭം. തീർച്ചയായിട്ടും അത് ആളുകളെ ഭീകരമായിട്ട് ഇളക്കി മറിച്ചു. മാത്രമല്ല ഈ വാപോയ ഇതായിട്ട് ഷീല ദീക്ഷിത ആ സമയത്ത് പറഞ്ഞ അനാവശ്യമായ ഒരു അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ. പിന്നെ അവർ വീട്ടിലിരിക്കുന്ന സീറ്റിൽ അത് വേറെ തമാശ കൂടെയുണ്ട്. ഡൽഹിയിലെ പോലീസിന്റെ ഉത്തരവാദിത്വം ഷീല ദീക്ഷിതരായിരുന്നില്ല, കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇവര് വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞ് ഇപ്പൊ PC ജോർജിന്റെ അവസ്ഥയിലെത്തി. ഷീല ദീക്ഷിത് എന്ന് പറഞ്ഞ പോലെ മമതാ ബാനർജിക്ക് ഇത്തവണ പറ്റിയതല്ലേ? അവിടെ ഈ സ്ത്രീകളുടെ പ്രശ്നമായിരുന്നു. സ്ത്രീ സുരക്ഷ ആയിരുന്നു BJPയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഏശി. നമ്മൾ വിചാരിക്കണത്തല്ല, ഇത് എവിടെയാണ് കത്ത് പിടിക്കാന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുന്നിടത്തായിരിക്കില്ല, വേറെ സ്ഥലത്തായിരിക്കും. വിജയ് ഒരു താൽക്കാലിക പ്രതിഭാസമാണോ? പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് ആകാനാണ് സാധ്യത. വിജയന് ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ബേസ് ഇല്ല. ഇപ്പൊ MGR രാഷ്ട്രീയത്തിൽ വന്ന കാലത്ത് പുള്ളി ഒരുപാട് കൊല്ലം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് കോൺഗ്രസിലുണ്ടായിരുന്നു. അതിനുശേഷം DMK വന്നു. DMK പിന്നെ അത് ഒരുപാട് നാൾ കൊണ്ടുവന്നിട്ടാണ് പുള്ളി മുഖ്യമന്ത്രി ആവുന്നത്. 71-72 തെറ്റിപ്പിരിച്ചു. 72 തെറ്റിപ്പിരിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞാണ് മുഖ്യമന്ത്രി. 5 കൊല്ലം ജനങ്ങളുടെ പ്രവർത്തിച്ചു, നല്ല വർക്ക് എടുത്തു. പിന്നെ കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു MGR. അപ്പൊ ഇതില് സാറ് വിചാരിക്കുന്നത്, അല്ല ഇവിടെയും കോൺഗ്രസിന്റെ സപ്പോർട്ട് ഉണ്ട്. കോൺഗ്രസ് അല്ല, അതെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ഇപ്പൊ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സ്റ്റാലിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പേര് അവിടുത്തെ ഒരു പിണറായി വിജയനായിരുന്നു. സ്റ്റാലിൻ ഇച്ചിരി ധാർഷ്ട്യമായിരുന്നു. ആളുകൾ കുറെ കഴിയുമ്പോൾ പഠിക്കില്ല, ഒരു റീപ്ലേസ്മെന്റ് വേണ്ടേ. അപ്പൊ അണ്ണാ DMK ജയിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങൾ വിജയനെ ജയിപ്പിച്ചു. അത് തന്നെ ഇവിടെ നടന്ന പോലെ തന്നെ BJPനെ ജയിപ്പിക്കാൻ പറ്റുന്നുണ്ട്, കോൺഗ്രസിനെ ജയിപ്പിക്കുന്നു എന്നുള്ളൊരു കണ്ടീഷൻ തന്നെയാണ്. അപ്പം എന്തായാലും സാർ ഇല്ലാത്ത സമയം കണ്ടെത്തിയെങ്കിൽ വന്ന് സാറിന് ആയിരം സൗഖ്യം നേർന്നുകൊണ്ട് അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം കൂടി. എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കി CM? ആ വാക്ക് സാധാരണ പൂക്കി CM എത്ര മാർക്ക് കൊടുക്കാം? അല്ല, പുള്ളി ഇപ്പൊ തുടക്കത്തിൽ 10-9 മാർക്ക് കൊടുക്കാം. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ ഭരണവും മുന്നോട്ട് പോട്ടെ, സാറും മുന്നോട്ട് പോട്ടെ, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ. അപ്പം താങ്ക് യു. സന്തോഷം. ആയിക്കോട്ടെ.